ജൂലൈ 4-ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ റഷ്യൻ നഗരങ്ങളായ മോസ്കോയും സെന്റ് പീറ്റേഴ്സ്ബർഗും ആക്രമിക്കാൻ കഴിയുമോ എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചോദിച്ചതായി പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളായ ഫിനാൻഷ്യൽ ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഈ നിർണായക സംഭാഷണത്തിൽ അത്തരം ആക്രമണങ്ങൾക്കായി ദീർഘകാല മിസൈലുകൾ നൽകാനും ട്രംപ് വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്നതോടെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നയതന്ത്ര വൃത്തങ്ങളിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ട്രംപിന്റെ ചോദ്യം നേരിട്ടുള്ളതായിരുന്നു. വ്ളാഡിമിർ, നിങ്ങൾക്ക് മോസ്കോയെ ആക്രമിക്കാൻ കഴിയുമോ? സെന്റ് പീറ്റേഴ്സ്ബർഗിനെയും ആക്രമിക്കാൻ കഴിയുമോ? ഇതിന് മറുപടിയായി സെലൻസ്കി, തീർച്ചയായും നിങ്ങൾ ആയുധങ്ങൾ തന്നാൽ ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയും എന്ന് വ്യക്തമാക്കിയതായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നത്. എന്നിരുന്നാലും ആയുധങ്ങൾ എപ്പോൾ നൽകുമെന്നതിനെക്കുറിച്ച് ട്രംപിന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്നും ശ്രദ്ധേയമാണ്. ഈ സംഭാഷണം റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാവുന്ന ഒരു വെളിപ്പെടുത്തലായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തതിൽ താൻ നിരാശനാണെന്ന് ട്രംപ് അടുത്തിടെ പ്രസ്താവിച്ചിരുന്നു. പ്രത്യക്ഷത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് വെടിനിർത്തലിന് 50 ദിവസത്തെ സമയം നൽകുകയും അല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഈ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ട്രംപിന്റെ സമീപനം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അദ്ദേഹം പരോക്ഷമായി റഷ്യയുടെ പ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ യുക്രൈനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നേരത്തെ യുക്രൈനുള്ള US ഇടപെടൽ കുറയ്ക്കണമെന്ന് വാദിച്ചിരുന്ന ട്രംപിന്റെ ഈ പുതിയ നിലപാട് അദ്ദേഹത്തിന്റെ മുൻ നിലപാടുകളുമായി വൈരുദ്ധ്യം പുലർത്തുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾ പ്രതികരിച്ചുകൊണ്ട് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞത് ട്രംപ് ചോദ്യം ചെയ്യുക മാത്രമായിരുന്നു, കൂടുതൽ കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നില്ല എന്നാണ്. അദ്ദേഹം ഈ യുദ്ധം അവസാനിപ്പിക്കാനും കൊലപാതകങ്ങൾ നിർത്താനും അക്ഷീണം പ്രവർത്തിക്കുകയായിരുന്നെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും ട്രംപും സെലൻസ്കിയും തമ്മിൽ അത്തരമൊരു സംഭാഷണം നടന്നുവെന്ന് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ സംഭാഷണത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അവർ തയ്യാറായില്ല. ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. യുക്രൈനിന് പാട്രിയറ്റ് മിസൈലുകൾ നൽകുമെന്ന് ട്രംപ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. പുടിൻ സമാധാനത്തെക്കുറിച്ച് സംസാരിക്കുകയും എന്നാൽ വൈകുന്നേരങ്ങളിൽ ബോംബിടുകയും ചെയ്യുന്നതിനാൽ യുക്രൈനിന് സ്വയം പ്രതിരോധത്തിന് മിസൈലുകൾ ആവശ്യമാണെന്ന് ട്രംപ് വാദിച്ചു. പുതിയ നാറ്റോയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഹായ പാക്കേജിനും ട്രംപ് പിന്തുണ നൽകുന്നുണ്ട്. ഇതിന്റെ സാമ്പത്തിക ഭാരം യൂറോപ്യൻ നാറ്റോ സഖ്യകക്ഷികൾ വഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നടപടികൾ യുക്രൈനിനെ റഷ്യൻ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ സഹായിക്കുമെന്നാണ് ട്രംപിന്റെ വാദം. ട്രംപിന്റെ ഈ പ്രസ്താവനകളോട് റഷ്യൻ ഭാഗത്തു നിന്നും ശക്തമായ പ്രതികരണങ്ങളുണ്ടായി. ക്രെലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞത് ട്രംപിന്റെ പ്രസ്താവനകൾ ഗൗരവമുള്ളതും വിശകലനം ആവശ്യമുള്ളതുമാണ് എന്നാണ്. യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകുമെന്ന ട്രംപിന്റെ വാഗ്ദാനവും റഷ്യയുടെ വ്യാപാര പങ്കാളികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണിയും സമാധാനത്തിനുള്ള സിഗ്നലായിട്ടില്ല, മറിച്ച് യുദ്ധം തുടരാനുള്ള സിഗ്നലായിട്ടാണ് റഷ്യ കാണുന്നതെന്നും പെസ്കോവ് കൂട്ടിച്ചേർത്തു. റഷ്യയുടെ തന്ത്രപ്രധാനമായ നഗരങ്ങളിൽ ആക്രമണം നടത്താനുള്ള യുക്രൈനിന്റെ നീക്കങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് കടുത്ത തിരിച്ചടികൾക്ക് കാരണമായേക്കാമെന്നും ഇത് യുദ്ധം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ടെന്നും ചില വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നടത്തിയ സംഭാഷണത്തിൽ യുദ്ധം നിർത്താൻ ഉദ്ദേശമില്ലെന്ന് ട്രംപിന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ സമീപനത്തിൽ ഈ മാറ്റം വന്നത്. റഷ്യയെ ചർച്ചമേശയിലേക്ക് കൊണ്ടുവരാനുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് ഈ കടുത്ത നടപടിയിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. റഷ്യക്കാർക്ക് വേദന അനുഭവിക്കാൻ അവസരം നൽകി സമാധാന ചർച്ചകൾക്ക് അവരെ നിർബന്ധിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് ട്രംപ് പറഞ്ഞതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ നീക്കം യുക്രൈനിന് ഒരുതരം പ്രലോഭനം നൽകുന്നതിന് തുല്യമാണെന്ന് ചില പാശ്ചാത്യ രാജ്യങ്ങൾ പോലും കരുതുന്നു. യുക്രൈന് ആവശ്യമായി ദീർഘദൂര മിസൈലുകൾ ലഭിക്കുകയാണെങ്കിൽ റഷ്യയുടെ പ്രധാന സൈനിക വ്യാവസായിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ അവർക്ക് സാധിക്കും. ഇത് റഷ്യയുടെ യുദ്ധശേഷിയെ കാര്യമായി ബാധിക്കുകയും റഷ്യയെ ഒരു ഒത്തുതീർപ്പിന് നിർബന്ധിക്കുകയും ചെയ്യുമെന്നതാണ് ട്രംപ് പക്ഷത്തിന്റെ വാദം. ഈ സംഭവ വികാസങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പുതിയൊരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്. ഒരു US പ്രസിഡന്റ് മോസ്കോയെയും സെന്റ് പീറ്റേഴ്സ്ബർഗിനെയും ആക്രമിക്കാൻ യുക്രൈനെ പ്രോത്സാഹിപ്പിച്ചു എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇത് യുദ്ധത്തിന്റെ ഗതിയെയും സമാധാന ചർച്ചകളെയും എങ്ങനെ ബാധിക്കുമെന്നത് പ്രധാനമാണ്. ഈ നീക്കങ്ങൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ തന്നെ വഷളായിരിക്കുന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതോടെ കൂടുതൽ വഷളാകുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ഈ വിഷയത്തിൽ UN, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതികരണം എന്തായിരിക്കുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. ട്രംപിന്റെ ഈ പുതിയ തന്ത്രം യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുമോ അതോ റഷ്യയെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകുന്നു. ലോകം ആകാംക്ഷയോടെ ഈ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയാണ്.